സർക്കാർ നിയമവും ചട്ടവും ലംഘിച്ച് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയ ഡോക്ടർ നെൽസണിന്റെ വാർത്ത മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതിനെ തുടർന്നാണ് ആരോഗ്യമന്ത്രിയുടെ നടപടി ഉണ്ടായത്. എന്നാൽ ഡോക്ടറെ വെളുപ്പിക്കാനാണ് KGMOയുടെ നീക്കം. ഡോക്ടർക്ക് അവധി അനുവദിച്ചിട്ടുള്ള ദിവസം വാർത്ത ചിത്രീകരിച്ചെന്നാണ് ഒന്നാമത്തെ വാദം. എന്നാൽ അവധി ദിവസമായാലും പ്രവൃത്തി ദിവസമായാലും ഡോക്ടർ ചെയ്തത് തെറ്റ്. താമസിക്കുന്ന വീട്ടിലോ ക്വാർട്ടേഴ്സിലോ മാത്രമേ സ്വകാര്യ പ്രാക്ടീസിന് അനുമതിയുള്ളൂ. ആ ചട്ടം ഇവിടെ ലംഘിക്കപ്പെട്ടു. ചികിത്സ നടത്തിയ കെട്ടിടത്തിലാണ് ഡോക്ടറും കുടുംബവും താമസിക്കുന്നതെന്നാണ് KGMOയുടെ വിചിത്രവാദം. ഇത്തരം താവളങ്ങൾ താമസ സ്ഥലമായി കണക്കാക്കാനാകില്ലെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ രേഖയാണിത്. അപ്പോൾ അതും പൊളിഞ്ഞു. ഹോസ്പിറ്റലിൽ ആള് കൂടി വരുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ചായ കുടിക്കുന്ന ഒരു രീതിയിൽ അങ്ങ് പോകും. ഒരു 10-10:30 ആകുമ്പോൾ എണീറ്റ് പോയാൽ പിന്നെ തിരിച്ച് രോഗികളെ നോക്കാൻ കാണൂല. പിന്നെ തിരിച്ചു വരണത് 1 മണി കഴിയും. അല്ലെങ്കിൽ അദ്ദേഹം പറയും 2 മണി തൊട്ട് 6:30 വരെ എൻ്റെ റൂമിൽ ഞാനുണ്ടാവും. അഴിമതി ഇല്ലാത്ത ഒരു ഡോക്ടർമാരെ ആരും ഒന്നും പറയില്ല. ഇത് അഴിമതി കൈക്കൂലിയും വാങ്ങിച്ചുകൊണ്ട് ജനങ്ങളെ കുത്തിക്കൊല്ലുന്ന ഡോക്ടറെ ഞങ്ങൾക്ക് വേണ്ട. ഫാർമസി, ലാബ്, സ്കാനിംഗ് സെന്റർ എന്നിവയോട് ചേർന്ന കെട്ടിടത്തിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്താൻ അനുമതിയില്ല. സർക്കാർ ഉത്തരവ് ഇതാണ്. ഇവിടെ ഡോക്ടർ നെൽസൺ കാണിച്ചിരിക്കുന്നത് പരസ്യമായ നിയമലംഘനം. ആശുപത്രിക്കടുത്ത് താമസിക്കാൻ വേണ്ടി അദ്ദേഹം വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ ഒളിക്യാമറയുമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി KGMOയെ അറിയാൻ. നെൽസൺ ഡോക്ടർ താമസിക്കുന്നത് തിരുമലയിലെ ഈ വീട്ടിലാണ്. ഇതാ തെളിവ്. ജോലി ചെയ്യുന്ന ആശുപത്രിക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ സ്വകാര്യ പ്രാക്ടീസ് നടത്തരുതെന്നാണ് നിയമം. ആര്യനാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് 100 മീറ്റർ മാത്രം അകലെയുള്ള കെട്ടിടത്തിലെ സ്വകാര്യ പ്രാക്ടീസ് ചട്ടലംഘനമാണ്. അക്കാര്യം ഡോക്ടർ നെൽസൺ തന്നെ വാട്സാപ്പ് സന്ദേശത്തിൽ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. എൻ്റെ കൺസൾട്ടിംഗ് റൂം ഞാൻ അവിടെ ആര്യനാട്ടിലെ ഒരു മണിക്കൂറൊക്കെ ഇരിക്കാറുണ്ട്. ഒരു വീട്ടിൽ ഞാൻ അവിടെ നിന്ന് മാറാനായിട്ട് ബോർഡൊക്കെ എടുത്ത് മാറ്റി എല്ലാം സെറ്റ് ചെയ്ത് വന്ന സമയത്താണ് ഇങ്ങനെ ചെയ്ത് കളഞ്ഞ. തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്ന് മാറണമെന്ന ഡോക്ടറുടെ ഈ വാക്കുകൾ സംശയകരമാണ്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടുത്തെ സ്വകാര്യ പ്രാക്ടീസ് അവസാനിപ്പിച്ചതും ബോർഡ് മാറ്റിയതും എന്തിനെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. KGMOയെ ഡോക്ടർ നെൽസണിനെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചതിനുള്ള കാരണവും ഡോക്ടർ തന്നെ വ്യക്തമാക്കുന്നു. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കറക്റ്റായിട്ട് വൈകുന്നേരം പ്രാക്ടീസ് ഉണ്ട്, ഗവൺമെന്റ് അനുവദിച്ചിട്ടുമുണ്ട്. ചട്ടം ലംഘിച്ചുള്ള സ്വകാര്യ പ്രാക്ടീസ് മറ്റ് ഡോക്ടർമാരും ചെയ്യുന്നുണ്ടെന്നാണ് ഡോക്ടർ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇനി ആര്യനാട്ടെ നാട്ടുകാർ ആരോഗ്യമന്ത്രിക്ക് ഒപ്പിട്ട് നൽകി ഈ പരാതി കൂടി കാണുക. KGMOയെ സംരക്ഷിക്കുന്ന ഡോക്ടർ ഈ തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മാത്രം മരുന്ന് വാങ്ങാൻ നിർദ്ദേശിക്കുന്നുവെന്നും സർക്കാർ ആശുപത്രിയിലെ മരുന്നിന് ഗുണനിലവാരമില്ലെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് മരുന്ന് വാങ്ങാൻ പ്രേരിപ്പിക്കുന്നുവെന്നും 30 പേർ ഒപ്പിട്ട പരാതിയിൽ പറയുന്നു. ആരോഗ്യമേഖലയിൽ കേരളം പലതിലും മാതൃകയാകുമ്പോൾ അതിനെ പിന്നോട്ടടിക്കുന്ന ഇടപെടലുകൾ അവസാനിപ്പിക്കുക തന്നെ വേണം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.